ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിലേവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം 76-ാം സങ്കീർത്തനമാണ്. 76-ാം സങ്കീർത്തനം ദൈവത്തിൻ്റെ മഹത്വത്തെ ഘോഷിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുന്നതാണ്. ഈ സങ്കീർത്തനം എഴുതപ്പെട്ടത് സൻഹേരീബിൻ്റെ മേൽ യഹൂദായ്ക്കുണ്ടായ ജയം, അല്ലെങ്കിൽ ആ സമയത്ത് ദൈവത്തെ സ്തുതിച്ച ഒരു സങ്കീർത്തനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി നാം ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടതെന്നാണല്ലോ നാം ചിന്തിക്കേണ്ടത്. നമുക്ക് ഈ ഭൂമിയിൽ പല വിധത്തിലുള്ള കഷ്ടങ്ങളുണ്ട്, പല ശത്രുക്കളുണ്ട്, പല പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. ഈ സാഹചര്യത്തിലൊക്കെയും നമുക്കതിനെയൊക്കെയും ജയിക്കാൻ എവിടെ നിന്നാണ് ശക്തി ലഭിക്കുന്നത്? ആരാണ് നമുക്ക് വേണ്ടി പോരാടുന്നത്? നമ്മെ ആരാണ് ജയത്തിലേക്ക് കൊണ്ടുവരുന്നത്? ഈ വക കാര്യങ്ങളാണ് നാം ഈ സങ്കീർത്തനം ധ്യാനിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് യഹോശാഫാത്തിനുണ്ടായ വിജയത്തിൻ്റെ സമയത്ത് എഴുതിയ സങ്കീർത്തനമായും കണക്കാക്കപ്പെടുന്നു. ഇനി ആരുമാകട്ടെ, എന്നാൽ പുതിയ നിയമസഭയിൽ ഇത് നമുക്ക് ഏതു വിധം മനസ്സിലാക്കാമെന്നുള്ളത്, പലവിധമായ ദൈവീക പ്രവർത്തനങ്ങൾ, ദൈവത്തിൽ കൂടെ ജയം ലഭിച്ചതിൻ്റെ ചരിത്രങ്ങൾ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പ്രത്യേകിച്ചും ബാലനായിരുന്ന ദാവീദ് എന്താണ് ചെയ്തത്? താൻ ഇസ്രായേലിൻ്റെ ദൈവത്തെ തുച്ഛീകരിക്കുന്ന ഫെലിസ്ത്യ ജനത്തോട് തനിക്ക് വലിയ വിദ്വേഷം തോന്നി. ജീവനുള്ള ദൈവത്തിനെതിരായി സംസാരിക്കുന്ന ഈ മല്ലൻ, അല്ലെങ്കിൽ ഈ പടയാളികൾ ആരാണ് എന്നറിയാനുള്ള ഉത്സാഹം, അല്ലാതെ ഉത്സുകത ദാവീദിനുണ്ടായിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഇതെന്താണ് സംഭവമെന്നുള്ളത്. അപ്പോൾ മനസ്സിലാകുന്നു, ആ ഒരു മല്ലൻ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, ആരെങ്കിലും ഒരാൾക്ക് എന്നെ വന്ന് തോൽപ്പിക്കാമെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ജനത്തിന് ഞങ്ങൾ അടിമകളാകും. അഥവാ തോൽപ്പിക്കാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇസ്രായേൽ ജനം അടിമകളാകണം എന്ന് വിളിച്ചു പറയുന്ന ആ മല്ലൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ഇത് ദാവീദിന് സഹിച്ചില്ല. അപ്പോൾ ദാവീദ് എന്താ പറയുന്നത്? ജീവനുള്ള ദൈവമായ യഹോവയുടെ ജനത്തെ തുച്ഛീകരിക്കാൻ തക്കവണ്ണം ഇവൻ എവിടെ നിന്നാണ് ഈ ധൈര്യം ലഭിച്ചത്? അതുകൊണ്ട് ഞാൻ തന്നെ യഹോവയുടെ നാമത്തിൽ അവനെ നേരിടാൻ പോവുകയാണ് എന്ന് ധൈര്യം ശേഖരിച്ചുകൊണ്ടാണ് താൻ പോയി കല്ലുകൾ, തൻ്റെ കയ്യിലുണ്ടായിരുന്ന മറ്റായുധങ്ങളൊന്നുമില്ല കയ്യിൽ. അപ്പം ഇടയബാലനായ താൻ എന്താ ചെയ്യുന്നത്? ആ റിവറിൻ്റെ, അത് നദിയുടെ ആ ഭാഗത്തേക്ക് ചെന്നിട്ട് അവിടെ ഉരുണ്ട കല്ലുകൾ കിടപ്പുണ്ടായിരുന്നു. പിള്ളേർ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഉരുണ്ട പാറ കഷ്ണങ്ങൾ. അപ്പോൾ ഈ പാറ കഷ്ണങ്ങൾ എടുത്തുകൊണ്ട് വന്നു തൻ്റെ ഇടയ സഞ്ചിയിൽ ആണ് ഇട്ടുകൊണ്ട് വന്നത്. എന്നിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കാറ്റപ്പുൾട്ട് ഉപയോഗിച്ച് ആ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിൻ്റെ എതിരെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കല്ല് എറിയുകയാണ്. അപ്പോൾ ഈ കല്ല് ചെന്ന് പതിയുന്നത് അവൻ്റെ നെറ്റിയിലാണ്. ആ മല്ലൻ്റെ നെറ്റിയിലാണ്. വളരെ ബലവാനായ ഒരു മല്ലനാണ് അവന്. ഭയങ്കര പൊക്കവും ശരീരബലവും, ശരീരം മുഴുവനും കവചവും ഒക്കെ ഇട്ട് മറച്ച് ഒക്കെ അവിടെ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്ന ഒരു മനുഷ്യനെ നേരിടാനായിട്ട് എങ്ങനെയാണ് ഈ ദാവീദിന് ധൈര്യം ലഭിച്ചത്? ധൈര്യം ലഭിച്ചത് ദൈവത്തിലുള്ള തൻ്റെ ആശ്രയം, അല്ലെങ്കിൽ ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ ധ്യാനിച്ചുകൊണ്ട് അത് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ മല്ലൻ്റെ എതിരെ ദാവീദ് ഈ കവിണയും കല്ലുമായിട്ട് ചെല്ലുന്നത്. ഇനി എത്ര ശക്തിയോടെ ആ കവിണയിൽ കൂടെ കല്ലെറിഞ്ഞാലും അതവൻ്റെ തിരുനെറ്റിയിൽ തന്നെ പതിച്ചിട്ട് അവൻ നിലംപരി ചാകണമെങ്കിൽ അത് ദാവീദിൻ്റെ മിടുക്കായിരുന്നില്ല, പിന്നെ എന്തായിരുന്നു? ദൈവികമായ ഒരു പ്രവർത്തനമായിരുന്നു അത്.
അതായത് നാം മനസ്സിലാക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവത്തിൻ്റെ ദയ ചുറ്റിക്കൊള്ളുമെന്ന് നാം മനസ്സിലാക്കുന്നു. എന്നാണ് 34-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ഇതിന്ന് നമ്മോടുള്ള ഒരു ദൂതാണിത്. യഹോവയുടെ ഭക്തന്മാർക്ക്, കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ഒരു നന്മയ്ക്കും മുട്ടുണ്ടാകുകയില്ല. താൽക്കാലികമായിട്ട് നമുക്ക് ഒരു പക്ഷേ തോന്നിയേക്കാം, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്, ഇതൊരിക്കലും പ്രയാസമാണല്ലോ ജീവിതത്തിൽ എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ പരമമായിട്ട് പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഒരവസ്ഥയും നമ്മൾക്ക് നന്മയ്ക്കായിട്ട് കർത്താവ് മാറ്റിത്തരുമെന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ജീവിത അനുഭവങ്ങളിൽ കൂടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആർക്കും പ്രതികൂലം നിൽക്കാൻ സാധ്യമല്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്.